ഐക്യു എന്ന ബ്രാൻഡിന്റെ ഐക്യു Z9 ടെർബോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു Z9 ടെർബോ പ്ലസ് എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഐക്യു Z9 ടെർബോ പ്ലസിൽ 6.78 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരാൻ സാധ്യതയില്ല. പിന്നെ ഈ ഫോണിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9300 പ്ലസ് എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് MediaTekന്റെ ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. അപ്പം ഈ ഒരു ഫോണിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ തന്നെ വരുന്നതായിരിക്കും. അപ്പം മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ LPDDR5Xന്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഇതിൽ വരാൻ സാധ്യതയില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. വോയിസിന്റെ സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസറൊക്കെ വരുന്നുണ്ടെങ്കിലും ടെലിഫോട്ടോ ലെൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം. പക്ഷേ ഇത് മിക്കവാറും ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കില്ല. മെയിനായിട്ട് പെർഫോമൻസ് ആയിരിക്കും ഇതിന്റെ ഫോക്കസ്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അത് മാത്രമല്ല 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ മിക്കവാറും ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ആദ്യം ലോഞ്ച് ചെയ്യുക. പിന്നീട് ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പം വേറെ ഏതെങ്കിലുമൊക്കെ പേരിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഫോണിന്റെ വില ഒരു 40,000-45,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എത്തിയേക്കാം ഇന്ത്യൻ മാർക്കറ്റിൽ. എന്തായാലും കൺഫർമേഷൻസ് വന്നിട്ടില്ല. എന്തായാലും ഐക്യു Z9 ടെർബോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.